ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇന്ന് ജോലിക്കൊന്നും പോകാത്ത ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ലീവാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ജോലിക്കൊന്നും പോകാത്തത് കൊണ്ട് സമയം ഒരു 6:15 ആകുമ്പോഴാണ് കേട്ടോ ഞാൻ എണീറ്റ് വന്നത്. എണീറ്റ് വന്നപാടെ പതിവ് പോലെ തന്നെ തീ പിടിപ്പിക്കാനായിട്ട് ഇത് അടുപ്പിൻ്റെ ചുവട്ടിൽ വന്നിട്ടുണ്ട്. അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിന് ശേഷം അടുപ്പിൽ തീ കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ ചിട്ടിക്കുട്ടിക്ക് ഇന്ന് ചോറ് കൊണ്ടുപോകണം. ചാരുമോൾക്ക് സ്കൂളുണ്ട്, ഏട്ടനെ വർക്കുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ലീവാക്കിയത് കൊണ്ട് ഞാൻ പിന്നെ വീട്ടിൽ കാണും കേട്ടോ. അപ്പോൾ ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പതിവുകളൊന്നും തെറ്റിക്കാതെ തന്നെ പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് വീട്ടിലെ പണികളൊക്കെ ചെയ്ത് തീർത്തിട്ട് വേണം എനിക്ക് പുറത്തേക്കൊക്കെ പോകാനുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അടുപ്പൊക്കെ ഒന്ന് പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ തീ പിടിപ്പിക്കുകയാണ്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് തീ പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പണി തന്നെയാണ്. ചില സമയത്ത് പെട്ടെന്ന് തീ പിടിപ്പിച്ച് കിട്ടും, ചില സമയത്ത് കുറേ നേരം ഇട്ടിട്ട് അങ്ങോട്ട് മല്ലിക്കെട്ടണം കേട്ടോ. ചിലപ്പോൾ ഏട്ടനായിരിക്കും തീ പിടിപ്പിച്ച് തരുന്നത്. ഇന്നിപ്പോൾ എന്തായാലും ആരുടെയും കാത്തൊന്നും നിന്നില്ല, സാവധാനം പണിയെടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ഇന്നിപ്പോൾ തീയെല്ലാം പിടിപ്പിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റിയില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ചില ദിവസങ്ങളിൽ വീഡിയോ ഇടാനായിട്ട് പറ്റണില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസ് 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഇടാതിരിക്കില്ല കേട്ടോ. കിട്ടുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ഇതിൻ്റെ പിന്നാലെ തന്നെയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിലിരുന്നിട്ട് നമുക്ക് ഈ വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് വീഡിയോ ഇട്ടിട്ട് നല്ല രീതിക്ക് പഴയ പോലെ തന്നെ പോകാനായിട്ട് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. എനിക്ക് വീട്ടിലിരുന്നിട്ട് നമ്മുടെ വീഡിയോൻ്റെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകുന്നത് അതൊരു പ്രത്യേക ഒരു രസമുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മളൊരു വീട്ടമ്മ എന്ന നിലയിൽ ടിപ്പിക്കൽ വീട്ടമ്മ എന്ന് പറയില്ലേ, എന്ന പോലെ നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ അതൊരു നല്ലൊരു സൂപ്പർ കാര്യമാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ചില സന്ദർഭങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് പുറത്ത് ജോലിക്ക് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനിപ്പോൾ നിർത്താൻ പറ്റില്ലല്ലോ, നമുക്ക് പോണത്ര പോട്ടെ എന്നും പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇന്നിപ്പോൾ അടുപ്പ് കത്തിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതപ്പോൾ ഒരു ബുക്ക് കാണിച്ചു തന്നില്ലേ, അപ്പോൾ അത് ചാരുമോൾ ഇങ്ങനെ ബുക്ക് എനിക്ക് വായിക്കാനായിട്ട് കൊണ്ടു തന്നതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒന്ന് കാണിച്ചു തന്നെ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും കാലത്ത് കഴിക്കാനുള്ള കുറ്റിപ്പുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇന്നിപ്പോൾ പുട്ടായിരുന്നു കേട്ടോ, ഗോതമ്പ് പുട്ടായിരുന്നു ഉണ്ടാക്കിയത്. പിന്നെ ചോറ് വെച്ചു, ബീൻസ് ഉപ്പേരി വെച്ചു, വേറൊന്നും ചെയ്തില്ല കേട്ടോ. അടുക്കളപ്പണി വേറൊന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്തില്ല. പിന്നെ ഇന്നിപ്പോൾ ലീവ് ആയതുകൊണ്ട് തന്നെ നല്ല വെയിലൊക്കെ കാണുന്നുണ്ട്. കുറച്ച് പച്ചരി എടുത്തിട്ട് കഴുകി ഉണക്കാനായിട്ട് കൊണ്ടിടുകയാണ് കേട്ടോ ടെറസിൻ്റെ മുകളിൽ. അപ്പോൾ ഒഴിവ് കിട്ടുന്ന സമയത്ത് ഇതുപോലത്തെ പണികളൊക്കെ ചെയ്താൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇത്തിരി ഈസി ആയിരിക്കുമല്ലോ. രാവിലെ എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പച്ചരിയൊക്കെ ഉണക്കിയിട്ട് പൊടിക്കാനായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഗോതമ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഗോതമ്പ് ഉണക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് ഗോതമ്പ് കഴുകി അപ്പുറത്ത് ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഉണങ്ങാനായിട്ട് ഇട്ടിട്ട് വരുന്ന സമയത്ത് നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുകയാണ് കേട്ടോ. ആസ്വദിക്കുകയല്ല, നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലാണ് കേട്ടോ ഞാൻ അരി ഉണക്കാനായിട്ട് കൊണ്ടുവന്നത് ടെറസിന് മുകളിൽ. അപ്പോൾ ടെറസിൻ്റെ താഴ്ഭാഗത്തായിട്ട് നിറയെ ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം മിക്ക സ്ഥലത്തും എല്ലാ പഞ്ചായത്തിലും ഓരോ വീടുകളിലെങ്കിലും ചെണ്ടുമല്ലി കൃഷികൾ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഓണത്തിന് ഇവിടെ നിന്നാണ് കേട്ടോ ചെണ്ടുമല്ലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഓറഞ്ച് കളറും മഞ്ഞ കളറൊക്കെ ഉണ്ട്, നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് പൂജയ്ക്കുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നല്ലോണം പൂത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ വരാത്തത് കൊണ്ട് ഞാൻ ചെണ്ടുമല്ലി കൃഷി ചെയ്തതും കണ്ടിട്ടില്ല, പൂത്ത് നിൽക്കുന്നതും കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ പൂവിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇനിയിപ്പോൾ എന്തായാലും ഞാനിതാ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ എന്തായാലും റെഡി ആവുകയാണ് കേട്ടോ. അപ്പം ഞാനിതാ റെഡിയായിട്ട് പോവാണ് കേട്ടോ. ബാഗ് എടുത്തിട്ടുണ്ട്, ഒരു ഫോട്ടോ എടുക്കേണ്ട കാര്യമുണ്ട്, അതുകൊണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട് ഞാൻ പോകാനായിട്ട്.
അപ്പോൾ കണ്ടില്ലേ, പുറത്ത് നല്ല വെയിലാണ്. വെയിലിന് പ്രൊട്ടക്ഷനായിട്ട്. പിന്നെ ഒന്നാമത് എനിക്ക് റോട്ടിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര പൊടിയടിക്കും കണ്ണിൽ. ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ പൊടിയടിച്ചാൽ കണ്ണിൽ ഐലൈനർ മൊത്തം പോവും, കണ്ണിൽ കൂടെ വെള്ളം വന്നിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ അവിടെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഗ്ലാസ്സൊക്കെ വെച്ചു, ഹെൽമെറ്റ് ഇട്ടു, ബാഗ് എടുത്തു, പിന്നെ ഒരു സഞ്ചിയും കൂടെ ഉണ്ട് കേട്ടോ, കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് പോവാണ്. അത് നമ്മുടെ വണ്ടി ഇങ്ങനെ വെയിൽ കൊണ്ട് ചൂടായിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ നേരെ വണ്ടി എടുത്ത് നമ്മൾ കുഴൽമന്നം വന്നതും വേഗം തന്നെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഫോട്ടോ എടുത്തിട്ട് എവിടേക്കാണ് ഇപ്പോൾ പോകണമെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈസയും കെട്ടി അപ്ലൈ ചെയ്തിട്ട് ഫോട്ടോ എത്തിച്ചിട്ടില്ല, അത് കിട്ടിയാൽ മാത്രമേ നമുക്കത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ലീവാണല്ലോ, അപ്പോൾ ഞാൻ എന്തായാലും അത് ആ ഒരു പണി അങ്ങനെ ഒരുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ അത് കൊടുത്ത് അങ്ങനെ പൊരി വെയിലത്ത് അങ്ങോട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ വന്ന പാടെ ഡ്രസ്സൊക്കെ മാറ്റി വെച്ച് പിന്നെ അതാ അടുക്കള പണിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, ചാറ് കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബീൻസ് ഉപ്പേരി മാത്രം വെച്ചിട്ട് ചിട്ടിക്കുട്ടിക്ക് ഉപ്പേരിയും തൈരും കൂട്ടിയിട്ടാണ് ചോറ് കൊടുത്തു വിട്ടത്. പിന്നെ രാവിലെ കഴിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ പുട്ടുണ്ടാക്കിയെന്ന്. അപ്പോൾ അങ്ങനെ രാവിലെ ഒന്നും ചാറ് കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ പപ്പായങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു, പപ്പക്കായ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ അവിടെ പപ്പാളി അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് 2 കൂട്ടുകാരി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഞാനിതാ തൊലിയൊക്കെ കളഞ്ഞ് പരിപ്പൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിൻ്റെ കൂടെ പരിപ്പ്, ചെറുപയർ അല്ലെങ്കിൽ ഉപ്പേരി ആയിട്ട് വെക്കുക. അധികവും ഞാൻ ചെറുപയറാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ കൂട്ടുകാരി പറഞ്ഞു എന്തായാലും പരിപ്പിട്ടിട്ട് മുളകുശിയും പോലെ ഉണ്ടാക്കിക്കോ, നന്നായിട്ടുണ്ട്, നമ്മൾ ഇന്ന് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരി ഞാനും എന്നാൽ പിന്നെ മുളകുശി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളെ പപ്പക്കായ പപ്പാളിങ്ങ അതൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളയാണ് കേട്ടോ. നല്ല പപ്പാളിങ്ങയാണ് കേട്ടോ, ഞാൻ ഇതിനു മുമ്പ് അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ഒരു മുറി എടുക്കണം കേട്ടോ. ചാറ് കറി ആയതുകൊണ്ട് ഒരു മുറി മതി, ബാക്കിയുള്ള ഒരു മുറി ഞാൻ പിന്നെ നാളേക്കോ മറ്റോ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നും ഒരു ഉപ്പേരിയും ചാറ് കറിയും വേണമല്ലോ ഇപ്പോൾ ചോറൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട്. എന്താ കറി വയ്ക്കുക അല്ലേ, കറി വയ്ക്കുന്ന കാര്യം ആലോചിച്ചാൽ എല്ലാം തലപ്പെരുപ്പാവും കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ചോറും കറിയും വെക്കണതിലാണ് ഭയങ്കര ടെൻഷൻ, ഡെയിലി ഇങ്ങനെ പോകുന്നത് കൊണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ നമ്മുടെ പപ്പാളങ്ങയൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചെത്തിയെടുക്കുകയാണ്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഇനി കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 12 മണിയായിട്ടാണ് ഞാൻ വീട്ടിലെത്തുമ്പോൾ. ഇനിയിപ്പോൾ 1:15 ആകുമ്പോഴേക്ക് ചാരുമോൾ സ്കൂൾ വിട്ട് വരും, അപ്പോഴത്തേക്കൊക്കെ കറി ഉണ്ടാക്കണം. പിന്നെ കാര്യമായിട്ട് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനും പറ്റിയില്ല ഇന്ന് രാവിലെയും. അപ്പോൾ പിന്നെ എന്തായാലും കറിയൊക്കെ ഉണ്ടാക്കണത് ഒരു വീഡിയോ, കറി ഉണ്ടാക്കണതല്ല അതും എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ നേരാവണ്ണം. അപ്പോൾ എന്തായാലും അത് പപ്പായങ്ങയൊക്കെ മുറിച്ചു. നമ്മുടെ പപ്പായങ്ങ അതൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി പരിപ്പും ചേർത്ത് തക്കാളി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തുകൊണ്ട് നന്നായിട്ട് വേവിക്കാം. പപ്പായ പരിപ്പിട്ട് വെക്കുകയാണ് കേട്ടോ, ഒരു മുളകുശ്യം പോലെ വെക്കുകയാണ്. എന്തായാലും ഇതൊന്നൊരു 2-3 വിസിൽ അടുപ്പിച്ചാൽ രണ്ടും നന്നായിട്ട് വെന്ത് വരും. എന്നിട്ട് നമുക്ക് അരപ്പൊക്കെ ചേർത്ത് കറിയാക്കി എടുക്കാം. പിന്നെ ഉണ്ടല്ലോ രാവിലെ ഏട്ടൻ കുറച്ച് അരിക്കൂനുണ്ടല്ലോ കുറച്ചിട്ടാ, ഒരു പിടിയും കൂടെ ഇല്ല അരിക്കൂന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനിപ്പം ഞാൻ വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അത് നന്നാക്കി അങ്ങോട്ട് കഴുകി വെച്ചതായിരുന്നു രാവിലെ. അതിൻ്റെ കൂടെ കുറച്ച് മുരിങ്ങയില, ഒരു 1-2 കൊത്തേ മുരിങ്ങയിലയും അതും ഇട്ടിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂണ് ജീരകവും, ഇത്തിരി 3-4 മണി കുരുമുളകും കൂടെ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഇത്തിരി വെള്ളം ഒഴിക്കുക, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. അവസാനം കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ നമ്മുടെ കൂന് വറ്റിച്ചത് റെഡിയാകും. അങ്ങനെ നമ്മളിതാ പരിപ്പും പപ്പായങ്ങയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും ഞാനിതാ തേങ്ങയൊക്കെ ചിരവാണ്, കറിക്ക് അരയ്ക്കാനുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരവി എടുക്കാൻ കേട്ടോ. പിന്നെ ഉപ്പും മുളക് പൊടിയും
ഒക്കെ ഇട്ട് വേവിക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഇടില്ല കേട്ടോ, ഞാൻ മുളകുശത്തിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല. അപ്പോൾ ഒന്ന് മല്ലിപ്പൊടിയൊന്നും ചേർക്കാണ്ട് പരിപ്പ് പപ്പായങ്ങ ഇട്ടിട്ട് വെക്കുകയാണ്. അപ്പോൾ അത് അരപ്പിൽ വേണമെങ്കിൽ ജീരകമൊക്കെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ജീരകമൊന്നും ഇട്ടില്ല. എനിക്ക് ജീരകം ഇട്ട ആ ഒരു സ്മെല്ലൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. ഞാനാകെ കറി വയ്ക്കുമ്പോൾ നമ്മൾ മുരിങ്ങയില പരിപ്പ് വയ്ക്കുമ്പോൾ മാത്രമേ ഈ ജീരകം കുരുമുളകൊക്കെ ഇടുക. അല്ലാതെ നമ്മൾ സാധാരണ ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ ജീരകം ഇട്ടിട്ട് അങ്ങനെ അരക്കൽ കുറവാണ് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ചിരവി അരച്ച് നമ്മൾ കറിക്ക് ചേർത്തു. അവസാനം നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് കടുകും വെളുത്തുള്ളിയും കുത്തിച്ചതച്ചത് ചേർത്ത് കറിവേപ്പില ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ കടുക് പൊട്ടിച്ചത്. പിന്നെ വന്നിട്ട് നമ്മൾ മുരിങ്ങയില ഇട്ടിട്ട് കൂന് വറ്റിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുണ്ടായിരുന്നു. പിന്നെ ഒരു 2-3 മുളകും കൂടെ വറുത്തെടുത്തു കേട്ടോ. അതാണ് അങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഞാനും ചാരും കൂടെ അങ്ങനെ ഇരുന്ന് കഴിച്ചു. പിന്നെ ഇതിപ്പോൾ വൈകുന്നേരം ഒരു 5:30 ആകുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാനും ചിട്ടിക്കുട്ടിയും കൂടെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ അരിയൊക്കെ പൊടിക്കാനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അരിയൊക്കെ ഉണങ്ങാനിട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് ചേറിപ്പെറുക്കി അരിയും ഗോതമ്പും പൊടിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ മില്ലിലേക്ക് വന്ന് അങ്ങനെ പൊടിച്ചിട്ട് അങ്ങനെ ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.